ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CRPC എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോയെ പറ്റി പറയുമ്പോൾ തന്നെ പറയുന്നതാണ് എന്ത് ലോ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണുള്ളത്, സിവിൽ എന്നും ക്രിമിനൽ എന്നും. ഈ സിവിലിനെയും ക്രിമിനലിനെയും തന്നെ വീണ്ടും വരുന്ന ക്ലാസിഫിക്കേഷനാണ് സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയർ ലോയും. ഇത് നമ്മൾ പല ലെക്ചേഴ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അതായത് പാർട്ടീസിൻ്റെ റൈറ്റ്സ്, ലയബിലിറ്റീസ്, അവരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണുള്ളത്, അതാണ് സബ്സ്റ്റാൻറ്റീവ് ലോയിൽ പറയുന്നത്. അപ്പോൾ IPC നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഒഫൻസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോ ആണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്, ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ ആ ഒരു IPC നമുക്കൊരു സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോ ആയിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്, ഇതൊക്കെ സബ്സ്റ്റാൻറ്റീവ് സിവിൽ ലോസ് ആണ്. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോയും ഉണ്ട്, സബ്സ്റ്റാൻറ്റീവ് സിവിൽ ലോയും ഉണ്ട്. അതായത് സിവിലിൻ്റെയും ക്രിമിനലിൻ്റെയും തന്നെ ക്ലാസിഫിക്കേഷനാണ് സബ്സ്റ്റാൻറ്റീവും പ്രൊസീജിയറലും. സോ സബ്സ്റ്റാൻറ്റീവിൽ തന്നെ ഈ രണ്ട് ടൈപ്പും വരാം. അപ്പോൾ ഒരു സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോയ്ക്ക് എക്സാമ്പിളാണ് ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ IPC എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സബ്സ്റ്റാൻറ്റീവ് സിവിൽ ലോയുടെ വരുന്നതാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഇതൊക്കെ സബ്സ്റ്റാൻറ്റീവ് സിവിൽ ലോസ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പറയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഇതാണ് പ്രൊസീജിയറൽ ലോ ആണ്. പ്രൊസീജിയറൽ ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു പേരാണ് അഡ്ജക്റ്റീവ് ലോ എന്നുള്ളത്. അപ്പോൾ പ്രൊസീജിയറൽ ലോ ആ ഒരു പേര് പോലെ തന്നെ എന്താണ്, പ്രൊസീജിയേഴ്സ് ആണ് അതിനകത്ത് പറയുന്നത്. പല അതോറിറ്റീസ്, അതായത് ഇപ്പോൾ പോലീസ് ആണെങ്കിലും അല്ലെങ്കിൽ കോടതി ആണെങ്കിലും ഈ പറയുന്ന റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് എൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത്, നടപ്പിലാക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യണം, ആ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ IPCയുടെ തന്നെ പ്രൊസീജിയറൽ ലോ എന്ന് പറയുന്നത് ഏതാണ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറാണ്, CRPC ആണ്. IPC സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രൊസീജിയറൽ ക്രിമിനൽ ലോ ആണ് CRPC എന്ന് പറയുന്നത്. അതായത് IPCയിൽ പറഞ്ഞിരിക്കുന്ന ഒഫൻസുകൾ, പണിഷ്മെൻറ്റുകൾ, അത് മാത്രമേ IPC പറയുന്നുള്ളൂ. അതെങ്ങനെ നടപ്പിലാക്കണം, ഏത് രീതിയിലാണ് എന്നുള്ള കാര്യം പറയുന്നത് CRPCയിലാണ്. അപ്പോൾ ഇപ്പം IPCയുടെ പേരെന്താണ്, ഭാരതീയ ന്യായ സംഹിത. അതേപോലെ തന്നെ CRPCയുടെയോ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അപ്പം അതേപോലെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊസീജിയറലായിട്ടുള്ള സിവിൽ ലോയ്ക്ക് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ CPC, ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറൽ സിവിൽ ലോ ആണ്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ലോയുടെ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷനാണ്, സിവിലും ക്രിമിനലും. ഈ സിവിലിനെയും ക്രിമിനലിനെയും വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നതാണ് പ്രൊസീജിയർ, സബ്സ്റ്റാൻറ്റീവ് എന്നുള്ളത്. ഈ പ്രൊസീജിയറൽ സബ്സ്റ്റാൻറ്റീവ് രണ്ടിനും വരുന്നുണ്ട്, ക്രിമിനലിനും ഉണ്ട് സിവിലിനും ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിളും പഠിച്ചു വെക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനുള്ള ആക്ട് ഏതാണ്, CRPC ആണ്. ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എന്നുള്ള ആക്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു CRPCയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു CRPC എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉള്ളത്, അതെന്തിനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു ക്രിമിനൽ ലോ നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു മെക്കാനിസം നൽകുന്നത് ഈ ഒരു ആക്ടിലൂടെയാണ്. അതുപോലെ തന്നെ ഈ കോഡിനകത്ത് വേറെന്താ പറയുന്നത്, എങ്ങനെയാണ് ക്രൈം തിരിച്ചറിയുന്നത്, അതുപോലെ അതായത് ഏതൊക്കെ ടൈപ്പ് ക്രൈംസ് ആണ് വരുന്നത്, പിന്നെ എങ്ങനെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞ് സസ്പെക്റ്റഡ് ക്രിമിനൽസ് ഉണ്ട് എന്ന് പറയുമ്പം അവിടെ കുറ്റവാളികൾ എന്ന് കരുതപ്പെടുന്ന ആളുകൾ, സംശയിക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ എവിഡൻസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, പിന്നെ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ, അയാൾ ഇന്നസെൻ്റ് ആണോ അതോ ഗിൽറ്റി ആണോ എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കുന്നു, പിന്നെ ഇനി അയാൾ ഗിൽറ്റി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് പ്രോപ്പർ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അതിൻ്റെ അകത്താണ്, ഈ ഒരു കോഡിൻ്റെ അകത്താണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പറയുന്ന കൺസെപ്റ്റൊക്കെ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ടൈപ്പ് ഓഫ് ഒഫൻസുകൾ നമ്മൾ മനസ്സിലാക്കുക ഏതാണ്, ഇപ്പോൾ ബെയിലബിൾ നോൺ ബെയിലബിൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഈ 2 സബ്സെക്ഷൻ എക്കകത്താണ് ബെയിലബിൾ ഒഫൻസ്, നോൺ ബെയിലബിൾ ഒഫൻസ് ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എപ്പോഴും എല്ലാ മിക്ക ആക്ടുകളുടെയും സെക്ഷൻ 2 എന്ന് പറയുന്നതായിരിക്കും ഡെഫിനിഷൻ ക്ലോസ്. അതായത് മിക്ക ടേംസിനെയും ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു സെക്ഷൻ 2ൻ്റെ അകത്തായിരിക്കും. അതിൽ തന്നെ പല സബ്സെക്ഷൻസ് വരാം. അപ്പോൾ ഇവിടെ 2 സബ്സെക്ഷൻ എയിലാണ് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്നാണ് പറയുന്നത്. So, bailable offense-ന്റെ definition നോക്കിക്കഴിഞ്ഞാൽ it means an offense which is shown as bailable in the first schedule or which is made bailable by any other law for the time being in force.
എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു കോഡിൻ്റെ തന്നെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൻ്റെ അകത്ത് ഷെഡ്യൂളുകളുണ്ട്. അപ്പോൾ അതായത് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതൽ അഡീഷണൽ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നതാണ് ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ അകത്ത് കുറച്ച് ഒഫൻസുകളെ ഇങ്ങനെ അതായത് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ അകത്ത്. ആ ഒഫൻസുകളെയാണ് നമ്മൾ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഷെഡ്യൂളിൽ വരുന്ന ഒഫൻസുകളാണ് ബെയിലബിൾ ഒഫൻസ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോ, ഈ ഒരു CRPC അല്ലാതെ നമ്മുടെ പ്രാബല്യത്തിലുള്ള, അതാണ് ടൈം ബീങ് ഇൻ ഫോഴ്സ് എന്ന് പറയുന്നത്, ആ ഒരു സമയത്ത് പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരം ബെയിലബിൾ എന്ന് കണക്കാക്കിയിട്ടുള്ള ഒഫൻസുകൾ, ഇതെല്ലാം എന്താണ് ബെയിലബിൾ ഒഫൻസിൻ്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാം എന്നാണ് ആ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ഇനി നോൺ ബെയിലബിൾ ഒഫൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്, എനി അതർ ഒഫൻസ്, അതായത് ഈ ഫസ്റ്റ് ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന ബെയിലബിൾ അല്ലാതെ വരുന്ന എല്ലാ ഒഫൻസുകളും നോൺ ബെയിലബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ഒരു കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 ഇതേപോലെ തന്നെ ബെയിലബിൾ നോൺ ബെയിലബിൾ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഷെഡ്യൂളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞു. അപ്പം ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അകത്തുള്ള ഒഫൻസുകളെയാണ് ഈ ഒരു ഫസ്റ്റ് ഷെഡ്യൂളിൽ ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കാര്യം ഇന്ത്യൻ പീനൽ കോഡിനകത്താണ് ഇതിൻ്റെ മെയിനായിട്ട് ഏതൊക്കെ ഒഫൻസുകളാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒഫൻസുകളെ ഇവിടുത്തെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ബെയിലബിൾ നോൺ ബെയിലബിൾ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഇന്ത്യൻ പീനൽ കോഡിൽ മാത്രമല്ല മറ്റ് പീനൽ ലോസിൽ വരുന്ന ഒഫൻസുകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും. നമ്മൾ ബെയിലബിൾ നോൺ ബെയിലബിൾ എന്ന് പറയാറുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾ മാത്രമല്ല മറ്റ് പീനൽ ലോസും വരും. പിന്നെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ 5th കോളത്തിലാണ് ഈ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അണ്ടറിലുള്ള ഒഫൻസുകളെ ബെയിലബിൾ നോൺ ബെയിലബിൾ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മറ്റ് പീനൽ ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒഫൻസ് നോൺ ബെയിലബിൾ ആകുന്നതെന്ന് പറയുമ്പം ഇപ്പോൾ ആ ഒരു ഒഫൻസിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 3 വർഷത്തെ ഇംപ്രിസൺമെൻറ്റ് ആണ്, അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. 3 വർഷമോ അതിൽ കൂടുതലോ ഇംപ്രിസൺമെൻറ്റ് വരുന്ന ഒഫൻസുകൾ, അത്തരത്തിലുള്ള പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒഫൻസുകളെ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതിൻ്റെ വരുമ്പോഴാണ്, മറ്റ് പീനൽ ലോസ് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അതായത് നമ്മളെന്താ പറഞ്ഞത്, ഇന്ത്യൻ പീനൽ കോഡ് വഴിയും വരാം, മറ്റ് പീനൽ ലോസ് വഴിയും ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വരാമെന്ന് പറഞ്ഞു. ഇന്ത്യൻ പീനൽ കോഡാണെങ്കിൽ അത് 5th കോളത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഷെഡ്യൂളിൽ. മറ്റ് പീനൽ ലോസ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്, ബെയിലബിൾ ഒഫൻസുകൾ എന്ന് പറയുമ്പോൾ 3 വർഷത്തിൽ താഴെ ഇംപ്രിസൺമെൻറ്റ് വരുന്ന ഒഫൻസുകൾ കാണും. അങ്ങനെയുള്ള ഒഫൻസുകളൊക്കെ ബെയിലബിൾ ഒഫൻസായിട്ട് അങ്ങ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ 3 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വരുന്നത്, അതാണ് നോൺ ബെയിലബിൾ ഒഫൻസുകൾ എന്ന് പറയുന്നത്. അപ്പം ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ബെയിൽ കിട്ടുന്ന ഒഫൻസുകളാണ്. ബെയിൽ എന്ന് പറയുമ്പം അത് നമ്മുടെ ഒരു റൈറ്റാണ്. ഒരാൾക്ക് ബെയിൽ കിട്ടുക എന്ന് പറയുന്നത് ആ ഒരാളുടെ റൈറ്റിൽ വരുന്നതാണ്. അപ്പം അത് ഒരു റൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ബെയിലബിൾ ഒഫൻസ് വരുമ്പം പോലീസ് ഓഫീസർക്കോ അല്ലെങ്കിൽ കോടതികൾക്കോ ബെയിൽ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ബെയിലബിൾ ഒഫൻസ് പറയുമ്പോൾ എന്താണ്, ബെയിൽ കിട്ടുന്നതായതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കാം, ആ ഒഫൻസുകൾ എന്ന് പറയുമ്പം കുറച്ചുകൂടി സീരിയസ്നെസ് കുറവുള്ള ഒഫൻസുകളായിരിക്കും. അതായത് ലെസ് സീരിയസ് ഒഫൻസ് ആയിരിക്കും, വലിയ വലിയ കുറ്റങ്ങളായിരിക്കത്തില്ല. ഇപ്പം മർഡർ, റേപ്പ് അതൊക്കെ ആണെങ്കിൽ ബെയിലബിൾ അല്ല. അതേസമയം ഇപ്പോൾ അഫ്രയൊക്കെ ആണെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ കൂട്ടത്തല്ല, അത് അഫ്ര എന്നൊക്കെ പറഞ്ഞാൽ പൊതു സ്ഥലത്ത് കിടന്ന് അടി ഉണ്ടാക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കുറ്റങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെഫ്റ്റ്, അതിനൊക്കെ എന്ന് പറയുമ്പോൾ ബെയിലബിൾ ഒഫൻസുകളാണ് അതൊക്കെ. അപ്പം 436 അകത്താണ് ബെയിലബിൾ ഒഫൻസിൻ്റെ കാര്യത്തിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ പറയുന്നത് ഈ CRPCയിലെ 436 എന്ന് പറയുന്ന സെക്ഷനിലാണ്. അതേപോലെ നോൺ ബെയിലബിൾ ഒഫൻസുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറച്ചുകൂടി സീരിയസ് ഒഫൻസാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മർഡർ, റേപ്പ്, ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ്. അത് നോൺ ബെയിലബിൾ ഒഫൻസിലാണ് വരുന്നത്. ഇനി നോൺ ബെയിലബിൾ ഒഫൻസിൻ്റെ കാര്യത്തിലും ചില സാഹചര്യങ്ങളിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി പറയുന്നത് 437 എന്ന് പറയുന്ന സെക്ഷനിലാണ്. അപ്പോൾ 436ഉം 437ഉം അത് രണ്ടും സെക്ഷൻ ഓർത്ത് വെക്കുക. ഇനി നോൺ ബെയിലബിൾ ഒഫൻസിൻ്റെ കാര്യം വരുമ്പം എന്താണ്, നമ്മൾ ബെയിലബിൾ എന്ന് പറയുമ്പം അവിടെ അവരുടെ റൈറ്റാണ്, അത് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുമ്പം നോൺ ബെയിലബിൾ ഒഫൻസുകൾക്കും ബെയിൽ എടുക്കേണ്ടി വരാം. അപ്പോൾ അങ്ങനെ വരുമ്പം ബെയിൽ കൊടുക്കണോ വേണ്ടായോ, നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും ബെയിൽ കൊടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ഒന്നുകിൽ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഇൻചാർജുള്ള ഓഫീസറായിരിക്കും, അല്ലെങ്കിൽ കോടതിയായിരിക്കും. അപ്പം
അതാണ് നോൺ ബെയിലബിൾ ഒഫൻസിൻ്റെ കാര്യത്തിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്യാനുള്ള പവർ കിട്ടുന്നത് ആരുടെ ഡിസ്ക്രിപ്ഷനിലാണ്? ഒന്നെങ്കിൽ പോലീസ് ഓഫീസർ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ കോടതി. ഇനി ഈ ഒരു 437 ക്ലോസ് 1 അകത്ത് ഒരു ഡിസ്ക്രിഷണറി പവർ കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? ടു റിലീസ് ആൻ അക്യൂസ്ഡ് ഓൺ ബെയിൽ ഈവൻ ഇഫ് ഹി ഹാസ് കമ്മിറ്റഡ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ 437 അകത്താണ് ഈ നോൺ ബെയിലബിൾ ഒഫൻസിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്ന കാര്യം പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. 437 ക്ലോസ് 1 അകത്ത് പറയുന്നുണ്ട് ഒരു ഡിസ്ക്രിഷണറി പവർ കൊടുക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അവർക്ക് തീരുമാനിക്കാം. ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഡിസ്ക്രിഷനാണ്. അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. അവരുടെ തീരുമാനം അനുസരിച്ചിരിക്കും. ആരുടെയാണ്? ഈ കോടതിയുടെ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡിസ്ക്രിഷണറി പവർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു അക്യൂസ്ഡിന് ബെയിൽ കൊടുക്കാൻ പറ്റും, അയാളൊരു നോൺ ബെയിലബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തെങ്കിൽ പോലും. പക്ഷേ ഇപ്പം ആ ഒരു അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു ഒഫൻസ്, ആ ഒഫൻസുകൾ എന്ന് പറയുന്നത് ഡെത്തോ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫൊക്കെ പണിഷ്മെൻറ്റ് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു കുറ്റമാണ് അയാൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസ്ക്രിഷണറി പവർ ആർക്ക് മാത്രമേ ഉള്ളൂ? സെഷൻസ് കോർട്ടിനും ഹൈക്കോർട്ടിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓർക്കുക, നമ്മുടെ ഒരു ക്രിമിനൽ കോർട്ടിൻ്റെ ഹൈറാർക്കി മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് CRPC പ്രകാരം ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ കേരളത്തിൽ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇല്ല. അത് കഴിഞ്ഞ് അടുത്ത വരുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് CJM എന്ന് പറയുന്നത്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. പിന്നെ വരുന്നതാണ് അസിസ്റ്റൻറ്റ് സെഷൻസ് എന്നുള്ളത്. അതിൻ്റെ മേളിൽ വരുന്നതാണ് സെഷൻസ് കോർട്ടൊക്കെ. പിന്നെ അതിൻ്റെ മേളിൽ ഏതാണ്? ഹൈക്കോർട്ട്, പിന്നെ സുപ്രീം കോർട്ട്. ഇങ്ങനെയാണ് കോർട്ടിൻ്റെ ക്രിമിനൽ കോർട്ട്സിൻ്റെ ഒരു ഹൈറാർക്കി പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെയുള്ള ഇംപ്രിസൺമെൻ്റ് ഒക്കെ കൊടുക്കാം, 1 വർഷം വരെയുള്ള ശിക്ഷയും കൊടുക്കാം. അതുപോലെ തന്നെ ഫൈൻ എമൗണ്ട് 5000 വരെയാണ് ആ ഒരാളുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അത്രയും വരെ കൊടുക്കാനായിട്ട് ആർക്ക് പറ്റും? സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പറ്റും. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണെങ്കിൽ 3 വർഷം വരെ ശിക്ഷിക്കാനും, അതുപോലെ തന്നെ അതായത് അപ് ടു മാക്സിമം 3 years ആണ് പറയുന്നത്, മാക്സിമം 3 yearsഉം ദെൻ ഫൈൻ എമൗണ്ട് 10,000. അത് കഴിഞ്ഞിട്ട് ആരാണെന്ന് പറഞ്ഞാൽ CJM-നാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ 7 years വരെ പറ്റും. 7 years വരെ ഇംപ്രിസൺമെൻറ്റും ദെൻ ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും ഫൈൻ എമൗണ്ട് കൊടുക്കാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞിട്ട് CJM കഴിഞ്ഞാരായിരുന്നു? അസിസ്റ്റൻറ്റ് സെഷൻസ് ആയിരുന്നു. അസിസ്റ്റൻറ്റ് സെഷൻസ് കോർട്ടിൽ 10 years വരെയാണ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നീട് ഫൈൻ എമൗണ്ട് അവിടെ അൺലിമിറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു CJM കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ടെല്ലാം ഫൈൻ അൺലിമിറ്റഡ് ആണ് വരുന്നത്. ദെൻ ഈ ഒരു അസിസ്റ്റൻറ്റ് സെഷൻസിന് 10 വർഷം വരെയുള്ള ഇംപ്രിസൺമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്? സെഷൻസ് കോർട്ടാണ്. സെഷൻസ് കോർട്ടിനെന്ന് പറയുമ്പം അവർക്ക് ഏത് പണിഷ്മെൻറ്റ് വേണമെങ്കിലും കൊടുക്കാം, ഇൻക്ലൂഡിങ് ഡെത്ത് സെൻറ്റൻസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതായത് തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ സെഷൻസ് കോർട്ട് അങ്ങനെ ഈ ഒരു ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈക്കോർട്ടിൻ്റെ അപ്രൂവലും കൂടെ കിട്ടിയാലേ അത് പ്രോപ്പറായിട്ട് നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്രൂവൽ കിട്ടണം. ആരുടെ? ഹൈക്കോർട്ടിൻ്റെത് കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനൊക്കെ പിന്നെ ഇതേപോലെ തന്നെ എത്ര ഇയർ വേണമെങ്കിലും കൊടുക്കാനും പറ്റും, എത്ര രൂപ ഫൈൻ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇവിടെ ഇതാണ് അതിൻ്റെ ഒരു കോർട്ടിൻ്റെ ഹൈറാർക്കിയും കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റിൻ്റെ കാര്യവും. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഒരു അക്യൂസ്ഡ്, അപ്പം നോൺ ബെയിലബിൾ ഒഫൻസ് ചെയ്തെങ്കിൽ പോലും ഒരു അക്യൂസ്ഡിന് ബെയിൽ കൊടുക്കാൻ പറ്റും. ആ ഒരു ഡിസ്ക്രിഷണറി പവറിൻ്റെ കാര്യം പറയുന്നത് 437-ലാണ്, 7 clause 1-ലാണ്. ആർക്കൊക്കെ പറ്റും എന്നാണ് പറയുന്നത്? ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ കോർട്ടും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു ഇവർക്ക് രണ്ടുപേർക്കും നോർമൽ കേസസിൽ ഇവർ രണ്ടുപേർക്കും വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഒരാളൊരു കുറ്റം ചെയ്തത് എന്ത് കുറ്റമാണ്? ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, അതായത് ജീവപര്യന്തം കൊടുക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ഡെത്ത് സെൻറ്റൻസ് തൂക്കിക്കൊല്ലുന്നത്, വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുറ്റമാണ് ഒരാൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ ആർക്ക് മാത്രമേ ആ ഒരു ഡിസ്ക്രിഷണറി പവറുള്ളൂ? ബെയിൽ കൊടുക്കാനുള്ളത് സെഷൻസ് കോർട്ടിനും ഹൈക്കോർട്ടിനും മാത്രമേ പറ്റത്തുള്ളൂ. ഇനി ഇപ്പം ഡെത്ത് സെൻറ്റൻസും അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫും ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അത് നോൺ ബെയിലബിൾ ആണ്. ഡെത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് വരുന്ന കുറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറ്റമാണെങ്കിൽ പോലും മജിസ്ട്രേറ്റിന് ഒരാളെ ബെയിൽ കൊടുക്കാനായിട്ട് പറ്റും. ബെയിൽ കൊടുത്ത് ഒരാളെ റിലീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ആളെന്ന് പറയുന്നത് ആരാണ്? ആ ഒരാളെന്ന് പറയുന്നത്
16 വയസ്സിൽ താഴെയുള്ളതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു സിക്കോ അല്ലെങ്കിൽ ഇൻഫോമായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് ആ ഒരു ബെയിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഓരോന്നും ഓർത്ത് പഠിക്കുക. അതായത് നോർമൽ കേസിൽ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ ബെയിൽ കൊടുക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഡിസ്ക്രിഷണറി പവറിൽ ബെയിൽ കൊടുക്കാം നോൺ ബെയിലബിൾ ആണെങ്കിൽ പോലും പോലീസ് ഓഫീസർക്കോ പോലീസ് സ്റ്റേഷനിൽ ഇൻചാർജുള്ള പോലീസ് ഓഫീസർക്കോ അല്ലെങ്കിൽ കോടതികൾക്കോ ബെയിൽ കൊടുക്കാമെന്ന് പറയുന്നതാണ് 437 Clause 1 ആ ഒരു ഡിസ്ക്രിഷണറി പവർ. അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ്, അങ്ങനെ കൊടുക്കാമെങ്കിൽ പോലും ഡെത്തോ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ഈ ഒരു സെഷൻസ് കോർട്ടിനോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിനോ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ എന്താണ്, ഇതിപ്പം ഡെത്തോ ഇംപ്രിസൺമെൻറ്റോ ആണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് കൊടുക്കാൻ പറ്റും. എപ്പോഴാണ് നോർമലി പറയുന്നത് സെഷൻസിന് ഹൈക്കോർട്ടിനെ പറ്റത്തുള്ളതാണ്, പക്ഷേ മജിസ്ട്രേറ്റിനും പറ്റും. എപ്പോഴാണ് ആ ഒരു അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഒരു 16 yearsൽ താഴെയുള്ള ആളായിരിക്കണം, അണ്ടർ ദ ഏജ് ഓഫ് 16 years, അല്ലെങ്കിൽ ഒരു വുമൺ ആണ്, അല്ലെങ്കിൽ സിക്ക് അല്ലെങ്കിൽ ഇൻഫോം, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള അങ്ങനെ ഒരു അസുഖമുള്ള ആളോ അല്ലെങ്കിൽ ഇൻഫോമായിട്ടുള്ള ആളോ, പിന്നെ ഈ ഒരു സ്ത്രീകളോ പിന്നെ 16 വയസ്സ് താഴെയുള്ള കുട്ടികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മജിസ്ട്രേറ്റ് തന്നെ ബെയിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കോഗ്നിസബിൾ ഒഫൻസും നോൺ കോഗ്നിസബിൾ ഒഫൻസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.